ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. തുടക്കം തന്നെ പ്രശ്നമാണോ, രാവിലെ തന്നെ വയ്യായിരുന്നു. ഇവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അസുഖങ്ങൾ വരണം. പിന്നെ മക്കൾ സ്കൂളിൽ നിന്ന് കൊണ്ടു തരുന്നത് വേറൊരു വഴിക്ക്. പിന്നെ അതുകൊണ്ട് തന്നെ രാവിലെ വലുതായിട്ടൊന്നും ചെയ്യാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് മോക്കിന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുട്ടുണ്ടാക്കുക ചെയ്തത്. പുട്ടും ഉണ്ടാക്കി. പിന്നെ കറിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. നമ്മൾ ഏത്തപ്പഴം ഉണ്ടല്ലോ, അതും കൂടെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ചെയ്തത്. ഇവിടെ ഇവർക്ക് പുഴുങ്ങിയതും അങ്ങനെയൊന്നും അത്ര ഇഷ്ടമല്ല. ചെറുതായിരുന്നപ്പോൾ കഴിക്കുമായിരുന്നു, അല്ലാതെ വലുതായ ശേഷം പിന്നെ അവരുടെ ഡിമാൻഡ്സ് കൂടി. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടമാവട്ടെ എന്ന് വിചാരിച്ച്, അവരല്ലേ കൊണ്ടുവച്ച് കഴിക്കുന്നത്, അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി അവർ പറഞ്ഞ രീതിയിൽ ചെയ്തു കൊടുത്തു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ റാപ്പിഡോയിൽ ഓട്ടോയാണ് ബുക്ക് ചെയ്തത്. കാരണം ചേട്ടൻ ഇല്ലായിരുന്നു വീട്ടിൽ. ഒന്ന് രണ്ട് ആവശ്യമായിട്ട് പെട്ടെന്ന് പുറത്ത് പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ശരി പോകാമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോഴേക്കാണ് തിരക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ശരി വേണ്ട, ഞാൻ ബുക്ക് ചെയ്ത് പൊയ്ക്കോളാം ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞ് ഞാൻ റാപ്പിഡോ ബുക്ക് ചെയ്ത് ഞാനും മോനുമായിട്ട് പോയി. അങ്ങനെ പോവേണ്ട ആവശ്യമെന്ന് പറഞ്ഞാൽ ചപ്പലെല്ലാം പൊട്ടിയിടാം. നല്ലൊരു ചപ്പലില്ലായിരുന്നു. അതാണ് മെയിൻ പ്രോബ്ലം. ചപ്പലിൻ്റെ അഭാവത്തിൽ ഇവിടെ ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ അടുത്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകുമ്പം ഒരു ഇത് കൊടുക്കത്തില്ലല്ലോ, നമുക്ക് നല്ലൊരു ചപ്പലില്ലെങ്കിൽ ഒരു വല്ലായികയാണ്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് പുറത്തിട്ടിട്ട് പോയത് പോലും നമ്മൾ വീട്ടിനകത്തിട്ടുന്ന ചപ്പലാണ് ഇട്ടിട്ട് പോയത്. വാങ്ങുമ്പോൾ ഒന്ന് രണ്ട് ചപ്പലുകൾ നല്ല ഇഷ്ടം നോക്കി എടുക്കാറുണ്ട്. പിന്നെ ഒന്ന് രണ്ട് കൊല്ലത്തേക്ക് വാങ്ങത്തില്ല. അങ്ങനെയൊക്കെയാണ്. അത് പൊട്ടുന്നവരെ അങ്ങനെ തന്നെ വെച്ചങ്ങ് ഉപയോഗിക്കുക, അതാണ് എൻ്റെ ശീലം. അപ്പോൾ പിന്നെ മോനും ചപ്പൽ വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മോനും വാങ്ങാം, അതുകൊണ്ട് അവനെയും കൂടെ കൂട്ടിയത്. പിന്നെ അവന് ക്ലാസ് ഇല്ലാത്ത ദിവസം തന്നെ സെലക്ട് ചെയ്യാൻ കാരണവും അതാണ്. അങ്ങനെ ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ കയറിയിടും. അപ്പോൾ അതൊന്നും അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേയൊക്കെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സെയിം മോഡൽ തന്നെ വീണ്ടും വീണ്ടും എടുക്കുമ്പോൾ രസം തോന്നത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് മാറി വേറെ ഒരെണ്ണത്തിൽ കയറി. അപ്പോൾ അതിൽ ഏകദേശം നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. മോനും ഒന്ന് രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടു. പിന്നെ അതിലുള്ള ഒന്ന് രണ്ടെണ്ണം സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതേതെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഞങ്ങൾ ഹൈദരാബാദിലുള്ള അനിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ അവർ ടെക്സ്റ്റൈൽസിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റവും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ A to Z ഉണ്ടെന്ന് പറയില്ലേ. കുട്ടികൾക്കുള്ള ആക്സസറീസ്, ടോയ്സ്, പിന്നെ ഡ്രസ്സ്, പാർട്ടി വെയർസ്, നമുക്ക് നോർമൽ ഡ്രസ്സസും ഉണ്ട്, പാർട്ടി വെയർസും ഉണ്ട്, എല്ലാം. എന്ന് വെച്ചാൽ അമ്മയ്ക്കും കുഞ്ഞിനും ഇപ്പോൾ എല്ലാവർക്കും ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ട്. പിന്നെ മുകൾ ഭാഗത്താണ് ജെൻസിൻ്റെത്. അങ്ങനെ അപ്പോൾ എല്ലാം ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ ഇവിടെ വന്നാൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ചപ്പലൊക്കെ എടുത്ത് അവിടെ നിന്നപ്പോൾ തന്നെ മീൻ നമുക്കിവിടെ കൊണ്ടുവരുന്നൊരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വന്ന വഴിക്ക് തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്, എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു ഇതാ വന്നുകൊണ്ടിരിക്കുക, ഒരു 10 മിനിറ്റ്സ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ദിവസമായിട്ട് അച്ചാറിടാമെന്ന് പറഞ്ഞിട്ട് ചൂര വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കേരച്ചൂര കിട്ടിയതുകൊണ്ട് കൊണ്ടുവന്ന് വിളിച്ചതാണ്. അപ്പോൾ പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ നല്ല, നമുക്ക് എങ്ങനെയാണ് വേണ്ടത്, കറിക്കുള്ള കട്ടാണോ ഫ്രൈക്കുള്ളതാണോ എന്ത് പറഞ്ഞാലും അതേ രീതിയിൽ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് കയ്യിൽ തരും. അതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ വന്നാൽ പൊതുവെ മീൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും പ്രത്യേകിച്ച് ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടാൻ പാടാണ്. ഈ ഒരു ചേട്ടനെ കിട്ടിയ ശേഷമാണ് പിന്നെ കറക്റ്റായിട്ട് മീൻ എന്തെങ്കിലും നല്ല നല്ല മീനുണ്ടെങ്കിൽ കൊണ്ട് തരാറുണ്ട്. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഒരു ഭാഗ്യമുണ്ട് മീനിൻ്റെ കാര്യത്തിൽ. പിന്നെ നമുക്കങ്ങനെ എപ്പോഴും നിർബന്ധമൊന്നുമില്ല മീൻ കഴിച്ചേ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ചെറിയവന് ഇപ്പം അവൻ വന്ന ശേഷം മീനിന് അല്പം ഒരു ഇതാണ്, എപ്പോഴും മീൻ വേണം അവന് ഒരു കഷ്ണമായിരുന്നാലും മതി, കൂടുതലൊന്നും വേണ്ട. ഒന്ന് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ, എന്നാൽ കുറച്ചുകൂടെ ഫുഡ് കൂടുതൽ കഴിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വാങ്ങിച്ചങ്ങ് സ്റ്റോർ ചെയ്യും. നല്ല മീൻ കിട്ടുമ്പോൾ വാങ്ങിയങ്ങ് സ്റ്റോർ ചെയ്യും. പിന്നെ കൂട്ടത്തിൽ മത്തി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മീൻ കാണിച്ചല്ലോ, എനിക്കതൊന്നും അറിയത്തില്ല, ആ മീനിൻ്റെ ഒന്നും പേരൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ മത്തിയും വാങ്ങിച്ചു, ആ ചൂരയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചൂര ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുവന്നങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കുകയോ ചെയ്തേ. അത് പിന്നെ എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അച്ചാർ ഇടണമെന്നുണ്ട്. ഒരു ദിവസം ബാക്കി മുള്ളും തലയൊക്കെ ബാക്കിയൊക്കെ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം. അങ്ങനെ ഡിവൈഡ് ചെയ്തങ്ങ് വയ്ക്കുകയാണ് ചെയ്തത്. ക്ലീനൊന്നും ചെയ്തിട്ടില്ല. ആ ചേട്ടൻ ക്ലീൻ ചെയ്തത് അതേ രീതിയിൽ കവർ കൊണ്ട് അങ്ങനെ അങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് മത്തി എടുത്ത് വറുത്തു, പിന്നെ കുറച്ച് കറിയും വെച്ചു. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഇതിൽ മത്തിയിൽ ഏറ്റവും ചെറുത് നോക്കിയെടുത്ത് കറി വയ്ക്കാൻ വിട്ടു. പിന്നെ രാവിലെ തന്നെ കോളിഫ്ലവർ കറിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു.
മീൻ കിട്ടുമെന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ തന്നെ പെട്ടെന്ന് പോയിട്ട് വന്നിട്ട് കറി ഉണ്ടാക്കാം എന്നും പറഞ്ഞിട്ട് പ്ലാൻ ഇട്ടാണ് പോയത്. പിന്നെ ചപ്പൽ നോക്കി 1-2 കടകളിലൊക്കെ ഇറങ്ങി കയറി അവസാനം ഒരു 12:30 അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ എത്തിയപ്പോഴേക്കും. പിന്നെ മീനും കട്ട് ചെയ്ത് വാങ്ങിച്ച് മേളിലെത്തിയപ്പോൾ 1 ആയി. പിന്നെ പെട്ടെന്ന് ഹറിബറിയായിരുന്നു, എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ചെയ്യണമെന്നുള്ളത്. ചോറ് രാവിലെ വച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കഷ്ടം ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് കൊണ്ടുവന്ന മീൻ കഴുകി ആദ്യം ഫ്രൈ ചെയ്ത് അങ്ങ് വെച്ചു. ഫിഷ് തന്നെ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. നല്ല ടേസ്റ്റാണ്. ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ എപ്പോഴും എല്ലാ വീഡിയോസിലും പലരോട് ചോദിച്ചിട്ടുണ്ട്, എന്തോ ചേച്ചി കരിവേപ്പില വെറുതെ കിടക്കണോ വാരി ഇടാറുണ്ടോ എന്ന്. വെറുതെ കിടക്കണമെന്നല്ല, എനിക്ക് പക്ഷേ കരിവേപ്പില കൂടുതൽ യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലില്ല, നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് കിട്ടുമ്പോൾ എനിക്ക് എന്തോ ടേസ്റ്റ് കൂടുന്ന പോലെ ഒരു ഫീലിങ്സാണ്. അതെനിക്ക് തോന്നണേണോ, നിങ്ങൾക്കും അങ്ങനെ എത്ര പേർക്ക് അങ്ങനെ തോന്നാറുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ പിന്നെ കരിവേപ്പില ഞാൻ കഴിക്കാറുമുണ്ട്. കഴിക്കാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ കഴിക്കാറുണ്ട്. എന്നിട്ട് പിന്നെ കരിവേപ്പില എനിക്ക് നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ താഴെ കരിവേപ്പിലിൻ്റെ മരമുണ്ട്. ചെടി എന്ന് പറഞ്ഞാൽ ചെറുതെന്നാണ്, എനിക്ക് ആ മരമെന്നാണ് തോന്നുന്നത്. ഇത് വലുതാണ്, അതുകൊണ്ടാണ് ഞാൻ മരമെന്ന് പറഞ്ഞത്. ഇനി വല്ല തെറ്റുണ്ടെങ്കിൽ എന്നെ ട്രോളരുത്. അടുത്ത കാര്യം, അപ്പം ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഞാൻ ഇങ്ങനെ കോളിഫ്ലവറിൻ്റെ കറി വെക്കണം, മീൻ കിട്ടുമെന്നൊന്നും ഉറപ്പില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇതാക്കി വെച്ചിട്ടാണ് പോയത്. കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടാണ് പോയത്. വന്നപാടെ പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് കരുതിയിട്ട് അപ്പോഴേക്കും മീനും കിട്ടി. അപ്പോൾ ആദ്യം തന്നെ കിട്ടിയ ഞാൻ പറഞ്ഞില്ലേ, മത്തിയെടുത്ത് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്ത് വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് പോയി അയച്ചു കൊടുത്ത് പെട്ടെന്ന് കുക്കറിലുണ്ടാക്കാൻ ചോദിച്ചത്. നമുക്ക് പെട്ടെന്ന് കാര്യം കഴിയുമല്ലോ, അല്ലെങ്കിൽ ഭയങ്കര ടൈം പിടിക്കുമല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഉള്ളിയൊക്കെ വഴറ്റി, ഇതിൽ ഞാൻ എൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്ന അതേ രീതിയായിരിക്കും, പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഉള്ളിയൊക്കെ വഴറ്റായിട്ടു. പച്ചമുളക്, നമ്മൾ സാധാരണ ഉള്ളി വഴറ്റാൻ വേണ്ടി നമ്മൾ എളുപ്പത്തിന് വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാറുണ്ട്. അത് ഞാനും ചെയ്യാറുണ്ട്, പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. അങ്ങനെ പിന്നെ ഓയിലൊക്കെ ഞാൻ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കാറുണ്ട്. മീനോ അങ്ങനെ എന്തെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ മാത്രമാണ് അല്പം ഓയിൽ ഞാൻ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങ്, തക്കാളി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത് ചെയ്യുന്നത് നമ്മളെ പൊടികളില്ലേ, എന്തെങ്കിലും ഒരു മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. ഞാനിത് വിചാരിച്ചു ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ നടക്കത്തില്ല, ഇത് വേവത്തില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അടച്ച് വെച്ച് ഒരു വിസിലെടുത്തിട്ട് എടുക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. ഞാൻ പറഞ്ഞില്ല ടൈം ഓൾറെഡി ലേറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ആ പ്ലാൻ ഇപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ ആദ്യം അടച്ച് വെച്ചായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ അയ്യോ ജിഞ്ചർഗാർലിക് പേസ്റ്റ് ഇട്ടില്ലെന്നൊന്ന് പറഞ്ഞിട്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് ഞാൻ ജിഞ്ചർഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കുറേ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ശകലം വെള്ളം ഒഴിച്ച് ഞാൻ പറഞ്ഞില്ലേ ഫിസിൽ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് ഒരു ഫിസിൽ ഏൽക്കാനായിട്ട് മൂടി വയ്ക്കുക ചെയ്ത്. എന്നിട്ട് ഇത് വെന്ത് വന്നിട്ട് മാത്രമേ ഞാൻ ഇതിനകത്തേക്ക് കോളിഫ്ലവർ ആഡ് ചെയ്യാറുള്ളൂ. പിന്നെ കറികളിൽ നമ്മളിപ്പോൾ ഒരുവിധം കുക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു കറി ഇപ്പോൾ നമ്മൾ ഏകദേശം ചൂടായിട്ടുണ്ട്. ആ കറിയിൽ ഒരിക്കലും നിങ്ങൾ പച്ചവെള്ളം ഒഴിക്കരുത്. എന്നാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് ഒരുമാതിരി നമുക്കത് കഴിക്കുമ്പോൾ ഒരുമാതിരി പച്ച ചുവ പോലെ എന്തോ ഫീൽ ചെയ്യും, ഒരു വെള്ളത്തിൻ്റെ ചുവ പോലെ ഫീൽ ചെയ്യും. അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നവർ ഉറപ്പായിട്ടും ചൂടാക്കിയ വെള്ളം എടുത്ത് വച്ചിട്ട് നിങ്ങൾ ചെയ്യണതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ചെയ്ത് നോക്കും, അപ്പോഴേ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അടച്ച് നമ്മൾ കുക്കർ ചൂടാകാൻ വെച്ചു. ഞാനിതിൽ ഒഴിച്ചു കൊടുത്തത് തണുത്ത വെള്ളമല്ല, ചൂടുവെള്ളമാണ്. പിന്നെ കോളിഫ്ലവർ ഞാൻ റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്, കാരണം അതൊന്ന് ക്ലീൻ ചെയ്ത് ഈ പുഴുവൊക്കെ കാണും ചില കോളിഫ്ലവറിനകത്ത്, എല്ലാത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കിവിടെ കിട്ടാറുള്ളൂ എല്ലാത്തിലും ഒരുമാതിരി ഒരു ഗ്രീൻ കളറിലൊരു പുഴു കാണും ഇവിടെ. അതുകൊണ്ട് തന്നെ നല്ല വ്യക്തമായിട്ട് നോക്കി ചൂടുവെള്ളത്തിലിട്ട് കഴുകി ഒന്നൊരു ചെറിയൊരു തിള വരുത്തി അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഇതാക്കിയിട്ടേ ഞാൻ കറിക്കിടാറുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ലൈറ്റായിട്ടൊരു കുക്കഡാണല്ലോ, അപ്പോൾ പിന്നെ വീണ്ടും ഇതിനകത്തിട്ട് ഒരു ഫിസിലൊന്നും കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ലാസ്റ്റ് ആഡ് ചെയ്യണത്. എന്നിട്ട് ഇത് ചെയ്ത് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ടൈം പോയതിൻ്റെ പേരിൽ ഇത് കുക്കാവുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ടെൻഷൻ കൂടി. അപ്പോഴേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, ഫുഡ് കൊടുക്കാൻ ടൈമായി. അതുകൊണ്ട് മത്തി ഒരിടത്ത് നിന്ന് വേവുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എല്ലാം കൂടെ തിരക്കായതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസായിട്ട് എനിക്ക് ആ വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ മത്തിക്കറി പെട്ടെന്ന്
അങ്ങ് തേങ്ങ അരച്ചങ്ങ് ഉണ്ടാക്കുകയാണ് ചെയ്ത്. അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കാനുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ അടുത്തൊരു വീഡിയോയിൽ മത്തി കിട്ടുമ്പോൾ ഇതുപോലെ മത്തിക്കറിയുടെ വീഡിയോ ഇടാം. അപ്പോൾ തക്കാളി വേറെ ഒന്നുമില്ലടാ, തക്കാളി പച്ചമുളക് ഇട്ട് നമ്മൾ അരപ്പ് പച്ചയ്ക്ക് അരച്ചാൽ ഞാൻ ഇതുണ്ടാക്കിയത്. വറുത്തരച്ചൊന്നുമില്ല. ഇതിൽ നമ്മൾ പച്ചയ്ക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, നമ്മളെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് അരച്ച് കൊച്ചുള്ളിയും ചേർത്ത് അരച്ച് ഇതിലേക്കങ്ങ് മിക്സ് ചെയ്തു. തിള വന്നപ്പോഴേക്കും മീൻ വറക്കി ഇട്ട് കൊടുത്തു. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് അതിൻ്റെ ലാസ്റ്റ് മീൻ വെന്ത് കഴിയുമ്പോൾ പേരിന് മുകളിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഞാൻ. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ഫുഡ് വന്നു, ഞാൻ ചേട്ടൻ വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഫ്രൈ എടുത്തിട്ടില്ല. ഞാൻ ഡയറ്റിങ്ങിൻ്റെ ഒരു ഇത് കൊണ്ടാണ് ഞാൻ എടുത്തതിൽ ഫ്രൈ എടുക്കാത്തത്. ഫ്രൈ ചെയ്തൊന്നും ഉപയോഗിക്കുന്നില്ലടാ. ചുമ്മാ വെയിറ്റ് കൂടുന്നത് പോലെ എനിക്ക് തോന്നുന്നു. തോന്നുന്നതല്ല, അതാണ് സത്യം. അപ്പം ഇനി വെയിറ്റ് ലോസ് വീഡിയോ ചെയ്യണമെന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു മോൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പൊതുവേ വീട്ടിലും ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ റെസ്റ്റ് എടുക്കാനോ അങ്ങനെയുള്ള ഒരിതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലാഡ് ബ്ലാഡറിൻ്റെ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ തൊട്ട് തൊണ്ട അല്പം പ്രോബ്ലമാണ്. അതിനകത്തും കാണും കേൾക്കും. അപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നരുത്. അങ്ങനെ ആ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് 1 വർഷം ആയതേ ഉള്ളൂ. അപ്പോൾ ആ 1 വർഷത്തിനുള്ളിൽ ഡയറ്റ് നോക്കാതെ അങ്ങനെ ഇരിക്കുക. ഇതിൻ്റെ ഇടയിൽ വീണ്ടും സൗണ്ട് ഞാൻ ഒന്ന് നിർത്തിയിട്ട് വീണ്ടും ഞാൻ ഒന്നേന്ന് എഡിറ്റ് ചെയ്യുക. കാരണം ഇടയ്ക്കിടയ്ക്ക് ചുമ പ്രോബ്ലമായിട്ട് വരിക. അങ്ങനെ ആ ഗ്ലാഡ് ബ്ലാഡറിൻ്റെ നമ്മളെ എന്താ പറയില്ല, അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡയറ്റ് എടുക്കേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുക. വെയിറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ കഴിച്ചിട്ടൊന്നുമല്ല. പിന്നെ നമ്മുടെ ചിലരുടെ ശരീരപ്രകൃതമെന്ന് പറയും. നമ്മളെ പാരമ്പര്യമായിട്ട് നമ്മളെ അമ്മയ്ക്ക് അല്പം വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പാരമ്പര്യത്തിൻ്റെ ഇത് നമുക്ക് കിട്ടും. പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വയ്ക്കുമെന്ന് പറയില്ല. ആ ഒരു അവസ്ഥ എൻ്റേത്. അതുകൊണ്ട് തന്നെ വണ്ണം കൂടുന്നതിൽ പേടിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നൊരു യാത്രയുണ്ട്, ഗുജറാത്തിലേക്കാണ്. അപ്പോൾ അതിന് കുറച്ച് ഗിഫ്റ്റ് വേണമായിരുന്നു അവിടെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേട്ടൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സാറിൻ്റെ മോൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പം മുന്നേ കൂട്ടി നമ്മൾ ആ ടൈമിങ്ങിന് കിടന്ന് ഓടാൻ നിൽക്കാതെ കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ച് വെച്ചാൽ നന്നായിട്ടുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമുക്കിത് അറിയാവുന്ന നല്ലൊരു സ്റ്റോറാണ്. അതിനകത്ത് ഏകദേശം എല്ലാ ഐറ്റവും കിട്ടും. അതുകൊണ്ട് തന്നെ അവിടെ പോയി ഒന്ന് കുറച്ച് ദൂരം ആയതുകൊണ്ട് തന്നെ ചേട്ടൻ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. ഫുഡും കഴിച്ച് നമ്മളെല്ലാം ഇറങ്ങുക ചെയ്തത്. അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങി ആ സ്ഥലത്തെത്തി. നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാ ഐറ്റവും ഇതിനകത്ത് A to Z നമ്മൾ ഇങ്ങനെയുള്ള എന്താ പറയണേ എല്ലാ ഐറ്റവും ഇതിനകത്തുണ്ട്. ഇതിന് ഏത് രീതിയിലുള്ളതാണെന്ന് പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് പക്ഷേ മരത്തിൽ ഈ കുട്ടിയെ കളിപ്പാട്ടം മരത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മരത്തിലുള്ളത്. പിന്നെ അതല്ലാതെ എന്താ പറയില്ലേ വെങ്കലത്തിലുള്ള പാത്രങ്ങൾ അതും ഇതും. പിന്നെ ദൈവങ്ങളുടേത്, വിഗ്രഹങ്ങൾ, പിന്നെ വിളക്കുകൾ, പല പല മോഡലുണ്ട്. നമുക്ക് കണ്ട് തീരത്തില്ല. ഞാൻ അതിനകത്ത് പിന്നെ നമുക്ക് പൂജാ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള പൂക്കൾ അതും ഇതും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇരിപ്പിടം, അങ്ങനെ A to Z സാധനം ഇതിനകത്തുണ്ട്. പിന്നെ നമ്മളെ പൂജാമുറിയിലേക്ക് അഗർബത്തിയുണ്ട്. പിന്നെ പൂജ ചെയ്യാൻ ഉപയോഗിക്കുന്ന തട്ടങ്ങൾ ഇത് എല്ലാം ഇതിനകത്തുണ്ട്. നമുക്ക് എന്ത് കണ്ടാലും വാങ്ങാൻ തോന്നുള്ളൂ, അത്രയ്ക്ക് ഭംഗിയാണ് അത് കാണാൻ. പിന്നെ ഇവിടെ നിന്ന് നമ്മളൊരു വിളക്ക് വാങ്ങാനാണ് ഉദ്ദേശിച്ച് വന്നത്. അപ്പം വിളക്കിൻ്റെ സെക്ഷനിൽ എത്തിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ തീരെ ചെറുതായിട്ട് തോന്നി. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഉണ്ടെന്ന് അവർ പറഞ്ഞു. ഡെമോയിൽ വെച്ചിട്ടുണ്ട്. 2-3 പീസേ ഉള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിലൊരെണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതുപോലെ ഈ മേകളിലിങ്ങനെ ഒരു മയിലിൻ്റെ പോലത്തെ ഇങ്ങനെ വരും, അതുമൊക്കെ ആയിട്ടുള്ള ഒരെണ്ണം എടുത്തത്. അത് കാണിച്ചു തരാം. ഇവിടെ നിന്ന് തന്നെ പാക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ അവിടെയുള്ള ഈ ലക്ഷ്മിയുടെ വിളക്കുകൾ എല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഞാൻ പിന്നെ ഇവിടെ നിന്ന് 1-2 വെച്ചാൽ നമുക്ക് എടുത്തേ പറ്റുമെന്ന് പറഞ്ഞ് കൊതി വന്നു. അങ്ങനെ എടുത്ത 1-2 സാധനങ്ങളുണ്ട് ഇവിടെ നിന്ന്. ഒന്ന് ഞാനൊരു ഉരുളി എടുത്തായിരുന്നു. പായസമൊക്കെ വയ്ക്കാമല്ലോ, കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഉരുളി വാങ്ങണമെന്ന്. പക്ഷേ വിലയുണ്ട്, വിലയില്ലെന്നല്ല, 3000 മേളിലായിരുന്നു. പക്ഷേ നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. അത് കണ്ടിട്ട് എടുക്കാതിരിക്കാൻ തോന്നിയില്ല. പിന്നെ ആ ഒരു സാധനം ഞാൻ എടുത്തു. ഇനിയുള്ള വീഡിയോയിൽ എപ്പോഴെങ്കിലും ഞാൻ പായസം ഉണ്ടാക്കാം, അത് കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയാണ്.
പിന്നെ എനിക്കിവിടെയുള്ള ഓരോ വിഗ്രഹങ്ങൾ കാണുമ്പോൾ കൊതിയാവുന്നുണ്ടായിരുന്നു, വാങ്ങണമെന്ന് വെച്ച്. പക്ഷേ വാങ്ങിക്കൊണ്ട് വച്ചാലും എൻ്റെ മോൻ്റെ സ്വഭാവം ഇപ്പോൾ ചെറുതല്ലേ, അപ്പോൾ അവൻ്റെ മുമ്പിൽ ഇതെല്ലാം കൊണ്ടുവച്ച് കൊടുത്താൽ അവൻ അതിനെയൊക്കെ എടുത്ത് തറയിലെടുത്ത് എറിയുമെന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു. പിന്നെ സെൽഫിലെല്ലാം പൊക്കി ഉയരത്തിലെല്ലാം വയ്ക്കുക എന്നുള്ളൊരിതേ ഉള്ളൂ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇപ്പോഴൊന്നും വേണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ, നമുക്ക് വാങ്ങാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ തന്നെ ഓൾറെഡി ആ ഒരു നമ്മൾ വാങ്ങാൻ വന്ന ഗിഫ്റ്റിന് തന്നെ ഏകദേശം നല്ലൊരു എമൗണ്ട് ഉണ്ട്. പിന്നെ എന്തിനാ എല്ലാം കൂടെ വാങ്ങിച്ച് കൂട്ടേണ്ടത്, പാവത്തിന് ചുമ്മാ എന്താ ഒരു ഡബിൾ പണി കൊടുക്കണേന്ന് പറഞ്ഞിട്ട് വേണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ വിട്ടു. പിന്നെ അത്യാവശ്യം 1-2 സാധനം വാങ്ങി. പിന്നെ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഇത് തുടങ്ങിയിട്ടുണ്ട്, രാഷ്ട്രപതി നിലയം തുറന്നിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്, കാണാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എടുത്ത വയൽ പോവാൻ ഇനിയിപ്പോൾ ഏതിനും ഇറങ്ങിയില്ലേ, ഒരു 5 o'clock എന്തോ ആയിട്ടുണ്ട് നമ്മൾ അവിടെ നേരെ തിരിച്ച് വന്നപ്പോഴേക്കും. ശരിയെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രപതി നിലത്തിൽ ഇറങ്ങി. അപ്പോഴേക്കും ചേട്ടനൊരു കോൾ വന്നു. പതിവ് പോലെയാണ്, ഇത് ആരോ പറഞ്ഞു വെച്ച് വിളിക്കുന്ന പോലെ കോൾ വന്ന് പോവുകയാണ്, കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് പിക്ക് ചെയ്യാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ശരിയെന്ന് പറഞ്ഞിട്ട് ഞാനും മക്കളും അവിടെ ഇറങ്ങിയിട്ട് അവിടെ ചെന്നപ്പോൾ തന്നെ അവർക്ക് എന്തൊക്കെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു, ഫ്രണ്ട്സിനൊക്കെ ഇട്ട് കാണിക്കാനാണെന്ന് പറഞ്ഞു. ശരി, അതിന് വന്നതല്ലേ, അവരെ ഇഷ്ടം പോലെ തന്നെ അവരെ ഇഷ്ടത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ വന്നപാടെ ഇപ്പം മോൻ്റെ കയ്യിലൊരു സംഭവം കാണും നിങ്ങൾ, മറ്റേ കോട്ടനാണ് ഇത്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അത് കണ്ട പാടെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവിടെ ബഹളം തുടങ്ങി. തുടക്കം തന്നെ പണിയാണ്. അപ്പോൾ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് അതിലൊരു വൈറ്റ് കളർ, എനിക്ക് ഈ കളറിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ച് കൊടുക്കാൻ എനിക്കിഷ്ടമല്ല. ഇത് കഴിച്ച് കഴിയുമ്പോൾ നാക്കിനകത്ത് മൊത്തം ഒരുമാതിരി പിങ്ക് കളർ അടിച്ചിടക്കും. പിന്നെ അതിൽ വൈറ്റ് കളർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റാണ് വാങ്ങിച്ച് കൊടുത്തത്. അതപ്പോൾ തന്നെ തട്ടി വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ നേരെ ഇങ്ങ് അകത്തേക്ക് വന്നു. അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് തുടക്കത്തിൽ എങ്ങോട്ടൊക്കെയാണ് പോവേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത്. അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ പേര് പറഞ്ഞു കൊടുത്തോണ്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ഉള്ളിലേക്ക് വന്നു. ആ മാപ്പൊക്കെ നോക്കിയിട്ട് നേരെ ഇങ്ങോട്ട് അകത്തേക്ക് വന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് പറഞ്ഞത്, ഇതിന് മുന്നേ വന്നിട്ടില്ല. അപ്പോൾ ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് നോക്കിയതാടാ, എന്തോ ലൈറ്റ് ക്ലിയർ ആവുന്നില്ല ഫോണിൽ. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് വെച്ച് നോക്കി എടുത്തതാണ്. സൂപ്പർ ഫ്ലവേഴ്സായിരുന്നു. ഇത് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച് ഒരു പെട്ടെന്ന് അതിന് വേണ്ടി ചെയ്തു, പക്ഷേ ഇല്ലടാ, അവിടെ പിടിച്ച് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഇത്രയും പൂക്കൾ ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും വിരിയിച്ച് വയ്ക്കാൻ പറ്റിയെന്ന് വരെ അവിടെ ചെന്നപ്പോൾ തോന്നി. പക്ഷേ ഇതിനായിട്ട് തന്നെ അവിടെ ഒരു 5-6 പേര് ഗാർഡൻ നോക്കാൻ വേണ്ടി തന്നെ അവിടെ ആൾക്കാരുണ്ട്. അപ്പോഴപ്പോഴായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എന്ത് ഭംഗിയാണെന്നറിയാമോ, ഓരോ ചെടികളും കാണാൻ ഭയങ്കര ഭംഗി തോന്നി. നമുക്ക് ഇത് ഒരു പീസ് കിട്ടിയിരുന്നെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വരെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരവിടെ നിന്ന് കൊടുക്കാനല്ല, അവരങ്ങനെ അത് സെറ്റാക്കി വച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലവർ ഷോ, ഞാൻ പറഞ്ഞില്ലേ, ഫ്ലവർ ഷോ ആയിരുന്നു. രാഷ്ട്രപതി നിലയത്തിനകത്തായിരുന്നു ഇതൊന്ന്. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്യും. ഇവിടെ വന്നത് കാണാൻ താല്പര്യമുള്ളവർ, നമ്മൾ ഹൈദരാബാദ് രാഷ്ട്രപതി ഭവനിൽ വരാൻ താല്പര്യമുള്ളവർ നിങ്ങളെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ടൈമിലാണ് ഓപ്പൺ ചെയ്യണമെന്ന്. ജനുവരി ഫസ്റ്റ് വീക്ക് ഒരു 30 ദിവസത്തോളം ഓപ്പൺ ചെയ്തിടും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് അന്വേഷിച്ച് വന്നാൽ ഇവിടെ നമുക്ക് രാഷ്ട്രപതി നിലയത്തിനകത്ത് കയറാൻ പറ്റും. ഇങ്ങനെയുള്ള ചില സമയത്ത് മാത്രം നമുക്കവിടെ എൻട്രി ഉള്ളൂ, എല്ലാ സമയത്തും നമുക്കവിടെ കയറാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഒന്ന് ശ്രമിച്ചാൽ ഇതിനുള്ളിൽ കയറാൻ പറ്റും. അപ്പം പിന്നെ ഓരോരോ പൂക്കൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയണം. എനിക്ക് ആ റെഡ് കളറിലൊരു പൂ ഉണ്ടായിരുന്നില്ലേ, ഒരുമാതിരി കോഴിപ്പൂ പോലെ ഇരിക്കും, പക്ഷേ എന്ത് ഭംഗിയാണെന്ന് പറയാം. എനിക്ക് ഇതിൻ്റെ പേരറിയില്ലടാ, അതുകൊണ്ട് ഓരോന്നും പറഞ്ഞു തരാനും കഴിയില്ല. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പേരറിയാമെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ, എനിക്ക് ഇതിൻ്റെ പേരറിയില്ല. ഞാൻ ഇവിടെ നിന്ന് ഇത് കണ്ടുപോയ ഹാങ് ഓവറിൽ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ചെടികൾ വാങ്ങണമെന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു അത് കറക്റ്റായിട്ട് അതിൻ്റെ രീതി നോക്കിയില്ലെങ്കിൽ നടക്കത്തില്ല, ഇവിടെ അപ്പാർട്ട്മെൻറ്റിലൊന്നും വെച്ചാൽ അത് നേരിച്ച് വളരത്തില്ല, അങ്ങനെ കുറേയൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ എപ്പോഴെങ്കിലും വാങ്ങും. പിന്നെ ഞാൻ റെഡ് കളറിൻ്റെ തന്നെ 2-3 ഇനം ഉണ്ടായിരുന്നു. ഓറഞ്ച്, പിന്നെ ഒരു യെല്ലോ കളർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു അത് മെറൂൺ കളറൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ ഈ പറഞ്ഞ റെഡ് കളർ ഇതാണ്. ഇത് കുറേ ഇടത്ത് ഇങ്ങനെ അവർ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, എന്ത് രസമാണെന്നറിയാം കാണാൻ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് നേരെ ഇവർ ഓരോന്നൊക്കെ പിച്ച് കളയുക. എൻ്റെ മോൻ്റെ കലാവിരുത് കൂടിയത് കൊണ്ട് തന്നെ അവനെ ഇവിടെ നിർത്തുന്നത് റിസ്ക് ആണെന്ന് എനിക്ക് മനസ്സിലായി. അത് വേണോ അമ്മ, ആ പൂ വേണം, ഞാൻ പറഞ്ഞില്ലേ എന്നെപ്പോലെ തന്നെ അവനും പൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിനെ വളർത്തും, അവനെ നുള്ളിയെടുക്കും, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെ പിന്നെ അവിടെ നിന്നാൽ ആ രാഷ്ട്രപതി നിലത്തിൽ ആരെങ്കിലും എന്നെ പിടിച്ചിട്ട് അടിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. ഉടനെ അവിടെ നിന്ന് മാറി.
അവനെയും കൊണ്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമ്മളെ രാഷ്ട്രപതിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന പഴയ വാഹനങ്ങളൊക്കെ ഇവിടെ ഡെമോ പോലെ ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കാണാൻ പറ്റി. അപ്പോൾ ഒന്നൊന്നുമല്ല, പഴയ മോഡൽ എന്തൊക്കെയോ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. ആദ്യം മുതൽ ഉപയോഗിച്ച എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയുടെ ഫോട്ടോ, പഴയ രാഷ്ട്രപതിമാരുടെ ഫോട്ടോ, പിന്നെ നമ്മുടെ രാഷ്ട്രപതി ഭവൻ്റെ ഒരു ഡെമോ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടെ വന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഡീറ്റെയിൽസായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. വന്നാലും നിങ്ങൾക്ക് എങ്ങനെ പോകണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ ഉള്ളൊരു പെട്ടെന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് ഇതെടുത്തതാണ്. എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾക്കത് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകൂ. പക്ഷേ എനിക്കിങ്ങനെയൊക്കെ ഉള്ളത് കാണാനോട് ഭയങ്കര താല്പര്യമാണ്. നമുക്കൊന്നും അതിനുള്ളിലൊന്നും അധികം കയറാനൊന്നുള്ള ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു അവസരങ്ങളിൽ നമ്മൾ മക്കൾക്ക് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണ് എന്നൊക്കെ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. എല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ചില കാര്യങ്ങൾ നമ്മൾ മക്കളെ കൊണ്ടുപോയി കാണിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് കുറച്ചുകൂടെ മനസ്സിലേക്ക് കയറും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ പറയുമ്പം അതെന്തുവാ എന്ന് പറഞ്ഞ് നമ്മൾ 10 വട്ടം ഗൂഗിൾ തട്ടി നോക്കിയെല്ലാം കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയാൽ അവർക്ക് A to Z നമുക്ക് അവിടെ നിന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് കയറി ഇത്ര മണിക്കുള്ളിൽ പുറത്തിറങ്ങണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആ പാസ് എടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമയം അത്രയും നമുക്ക് അതിനകത്ത് നിൽക്കുക. വൈകിട്ട് വരെയെങ്കിൽ വൈകിട്ട് വരെ നിന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ ടൈം അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയുടെയൊക്കെ ഫോട്ടോ ഒക്കെ ഒരു ബൊമ്മ പോലെയൊക്കെ ആക്കിയൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അതിനെ എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട്. നമ്മൾ ആദ്യം മുതലുള്ള എല്ലാ രാഷ്ട്രപതിയുടെ ഫോട്ടോ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയണമെന്നല്ല, എനിക്ക് അബ്ദുൽ കലാം സാറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹം മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ രാഷ്ട്രപതിമാർക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. മെഡൽസ് ഉണ്ടായിരുന്നു, കുറച്ച് അങ്ങനത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം രാഷ്ട്രപതിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റവും ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ രാഷ്ട്രപതി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് സന്ദർശിക്കാറുണ്ട്, ഇവിടെ താമസിക്കാറുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കൊന്നും അപ്പോഴൊന്നും ഈ പരിസരത്ത് പോലും വരാൻ പറ്റത്തില്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇതെല്ലാം കണ്ട് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ അങ്ങോട്ട് വിശപ്പ് തുടങ്ങി. ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങി, അമ്മ വിശക്കുക അത് ഇതെന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എന്തെങ്കിലും സ്നാക്സ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കാമെന്നും പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞ ഇതിൻ്റെ ഇടയിൽ അവർ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ പോസ് ചെയ്ത് നിന്നാൽ നിങ്ങൾ കറക്റ്റായിട്ട് നിന്നാൽ ഞാൻ കൊണ്ടുപോകാം, എന്തെങ്കിലും സ്നാക്സ് വാങ്ങാം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കേട്ടോ ഞാൻ വീഡിയോയിൽ ഇവർ വരുത്തണേ. ഇല്ലെങ്കിൽ അപ്പോഴപ്പോഴാണ് പിണങ്ങും. വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും അവർ അടി ഉണ്ടാക്കുന്നത്. പറ്റത്തില്ല അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ ഒന്നൊന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ് ആയിട്ട് വരേണ്ട ഇടയിൽ അപ്പോൾ പിന്നെ അപ്പോഴും നമുക്കൊക്കെ മടി തോന്നും. അപ്പം ഞാൻ റെഡിയാകുമ്പോൾ അവരും റെഡിയല്ല, അവർ റെഡിയാകുമ്പോൾ ഞാനും റെഡിയല്ല. ഇതാണ് അപ്പോഴത്തെ അവസ്ഥ. പിന്നെ അവിടെ എനിക്ക് കണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ ഒരു പാറയുടെ പുറത്താണ് കേട്ടോ. ഇപ്പോൾ ദേവു പോയി ഇങ്ങനെ നിന്ന് പോസ് ചെയ്യണത് ഒരു പാറയാണ്. അതിന് പക്ഷേ ആ പാറയിൽ മൊത്തത്തിലിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചക്രം അത് ഇതെന്ന് പറഞ്ഞ് കുറേ ഐറ്റംസ് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് വിശപ്പ് തുടങ്ങി. പിന്നെ അവിടെ ഇവർ തന്നെ എന്തോ ഒരു ഇത് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. കുറേ ഇങ്ങനെ ഫുഡിൻ്റെ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ സ്ഥലത്തേക്ക് പോവുക ചെയ്തത്. പിന്നെ നേരെ അവിടെ പോയി. അപ്പോൾ അവർക്ക് അവിടെ പോയപ്പോഴേക്കും ഇത് കണ്ട പാടെ ഇത് കഴിച്ചേ പറ്റത്തുള്ളൂ. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് അങ്ങനെ കഴിക്കാൻ വാങ്ങിച്ച് കൊടുക്കാനുള്ള ആ ഒരു ഇതൊന്നും തോന്നിയില്ല. കാരണം അതിനെ അങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിട്ട് എടുക്കുന്നു എന്നുള്ളൂ. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ അഴുക്കൊന്നും നേരെ കളഞ്ഞിട്ടില്ല എന്ന പോലെ തോന്നി. പിന്നെ ഇവർക്ക് കഴിച്ചേ പറ്റുമല്ലോ, അതുകൊണ്ട് പിന്നെ ശരി വാങ്ങിച്ചു. അതിൻ്റെ പുറമേ ഉള്ളതിനൊക്കെ നുള്ളി കളഞ്ഞിട്ടൊക്കെ എടുത്തങ്ങ് കൊടുത്തു. പിന്നെ മുമ്മൂസ് വാങ്ങിയായിരുന്നു, അത് നല്ല ടേസ്റ്റായിരുന്നു. ആദ്യം ഫസ്റ്റ് ഒരു പ്ലേറ്റ് വാങ്ങിച്ചു. എന്ത് വാങ്ങിയാലും ഞാൻ കുറച്ചേ വാങ്ങാറുള്ളൂ. കാരണം ഇവർ 1 2 എടുത്തിട്ട് പിന്നെ മതി അടുത്തതിലോട്ട് വായ നോക്കാൻ പോകും. അതിനേക്കാളും നല്ലത് എല്ലാം ഓരോന്ന് വാങ്ങുന്നതാണെന്ന് തോന്നിയതുകൊണ്ട് തന്നെ അത് വാങ്ങിച്ചു. പിന്നെ ക്വാണ്ടിറ്റിയൊക്കെ വളരെ കുറവാണ്, റേറ്റും കൂടുതലാണ്, ക്വാണ്ടിറ്റിയും കുറവാണ്. അതവിടത്താണ് പ്രത്യേകത. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അവിടെ നിന്ന് കഴിച്ചു ഇറങ്ങി ഒരു പാക്കറ്റ് നൂഡിൽസ് ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് മതി, ഇനിയൊന്നും കഴിക്കേണ്ട, എനിക്കിഷ്ടമല്ല ഇങ്ങനെ വാങ്ങിക്കൊടുക്കാൻ, എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ അവരെ കൊണ്ട് വരിക ചെയ്തത്. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഒരു ചായ കണ്ടടാ, നല്ല ടേസ്റ്റായിരുന്നു. അവരെന്തൊക്കെ കുറേ
നമ്മൾ പറയില്ലേ കുറേ സംഭവങ്ങൾ ഇട്ടിട്ട് അതിനകത്ത് ഈ റോസാപ്പൂവൊക്കെ ഉണക്കിയത് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, പട്ട അതും ഇതൊക്കെ ഇട്ടിട്ട് ഒരു ചായ ഒന്നും റെഡ് കളറിലിരുന്നു. ആദ്യം വാങ്ങിച്ച് കുടിക്കാൻ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത് നിൽക്കുന്ന എല്ലാവരും കുടിച്ചെന്ന് മനസ്സിലായപ്പോൾ പോയി കുടിച്ചു, ട്രൈ ചെയ്തു. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാനത് ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അവിടെ നേരെ ഇവിടെ നമുക്ക് അവിടെ ഒരു എക്സിബിഷൻ പോലെ എല്ലാ ഐറ്റംസും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും എനിക്ക് പേരൊന്നും ഉണ്ടാവട്ടെ, ഞാൻ നിങ്ങൾക്ക് പേരൊക്കെ കാണിച്ചു തരണം. ഇതൊക്കെ എന്താണെന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. അങ്ങനെ പട്ടുനൂൽ പുഴുവിൻ്റെതുണ്ടായിരുന്നു. പിന്നെ ഈ ഇത് ഓയിലുണ്ടാക്കുന്ന എന്തോ ഒരു സംഭവം എന്നാണ് പറയണത്. ഇതിൻ്റെ കുരു എടുത്തിട്ട് ആട്ടിയാണ് ഓയിലുണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെമോ ഒക്കെ അവർ കാണിക്കുന്നുണ്ട്, അവിടെ എന്താ സംഭവം എന്നൊക്കെ എല്ലാം ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. ഈ ഗ്രോ ബാഗില്ലേ, എനിക്ക് ഗ്രോ ബാഗ് വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഫുഡ് കോർട്ട് കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഫുഡ് കോർട്ട് ഇവിടെ വന്നാണ്. ഈ ഒരു മയിലിനെ ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വന്ന് ഈ മയിലിനെ ദൂരത്ത് നിന്ന് അടുത്ത് നിന്നപ്പോൾ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. പിന്നെ തിരിച്ച് വന്ന് ആ മയിലിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ നോക്കി നടന്നു. ഞാൻ പറഞ്ഞില്ലേ ഗ്രോ ബാഗ് വാങ്ങി, അതാണ് ദേവുവിൻ്റെ കയ്യിരിക്കുന്നത്. എനിക്കത് അത്യാവശ്യമായിരുന്നു, കുറച്ച് വലിയ സൈസിൽ. അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യക്കൂട്ട് ഓരോ സൈഡ് നിൽക്കുമ്പോഴും അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോ ആവുന്ന. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞ് അവനെ തിരിച്ച് പിടിച്ചുകൊണ്ട് വരുവാ ചെയ്തത്. പിന്നെ അവിടെ തന്നെ കുട്ടികൾ കളിക്കാൻ വേണ്ടി ഒരു പാർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ശരി, ഇവർ കുറച്ച് നേരം ഒന്ന് അടങ്ങിയിരിക്കുമല്ലോ, അവിടെ ഇരുന്ന് കളിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ പാർക്കിലേക്ക് കൊണ്ടുപോവുക ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് കിട്ടും. ഇവരെ കൂടെ എനിക്ക് അലച്ചലച്ച് വയ്യാണ്ടായടാ, ഒട്ടും രാവിലെ വയ്യാണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവരുടെയൊക്കെ ബഹളം വെച്ചിട്ടാവും. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, കുട്ടികളുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും. നമ്മൾ എത്ര ബഹളം വയ്ക്കണമെന്ന് വിചാരിച്ചാലും ബഹളം വന്നു പോവും. അങ്ങനെ ഇങ്ങോട്ട് വാടാ, അങ്ങോട്ട് വാ, ഇവിടെ നില്ല് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മടുത്തു. പിന്നെ അവിടെ കൊണ്ട് കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടി. അങ്ങനെ അവരെയും കൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം കളിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആ വെള്ളം വീണു, അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ഒരുത്ത് ഇറങ്ങി കൈ പോലും പിടിക്കാതെ ഇറങ്ങി ഓടി. പിന്നെ ഇവൻ്റെ പുറകെ ഓട്ടോ ആയിരുന്നു. പിന്നെ മോളുള്ളത് കൊണ്ട് ഒരു ഇതുണ്ടെന്ന് പറയില്ലേ നമ്മൾ, അവൾ ഇത്രയും മൂത്തതായതുകൊണ്ട് തന്നെ അവർ തമ്മിലൊരു 6 years ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവൾ വീട്ടിൽ ഉണ്ടെങ്കിൽ അല്പം ഒരു സമാധാനമെന്ന് പറയില്ലേ, അതെനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അവൾ ചെറുതിലേ മുതൽ തന്നെ അവൻ വന്ന ശേഷം നന്നായിട്ട് അവനെ കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ എനിക്കുണ്ടായിരുന്നു, മക്കൾ തമ്മിൽ കുറച്ച് ഗ്യാപ്പ് വേണം. അവർ ഫസ്റ്റ് ഒരാളിനെ നന്നായിട്ട് നോക്കിയിട്ട് വേണം അടുത്ത ആളിനെ നോക്കാൻ. അല്ല ഒരാളിനെ നോക്കി അവനെയും പറ്റില്ല ഇവളെയും പറ്റില്ല എന്നുള്ള രീതിയിലാവരുത് എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വോയിസ് ഓവർ കൊടുക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ജലദോഷം അവിടെ പോയിട്ടൊക്കെ വന്നതിൻ്റെ ഒരു നന്നായിട്ട് ആ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നതിന് ഞാൻ വോയിസ് കൊടുത്തതാണ്. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് വഴി അറിയിക്കണം. ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. തൊണ്ട ഒട്ടും പിടിക്കുന്നില്ലായിരുന്നല്ലോ, അത്രയ്ക്ക് വയ്യായിരുന്നു. പിന്നെ അവിടെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴേക്കും നമ്മൾ ഹണി ബി ഡയറക്റ്റ് അവർ കാണിക്കുന്നുണ്ട്. അവർ കാണിച്ചിട്ട് നമ്മൾ തേനീച്ചേനെ കാണിച്ചിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് തേൻ പിഴിഞ്ഞെടുക്കുന്ന രീതി അതെല്ലാം അവർ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ പലരും അവിടെ നിന്ന് വാങ്ങിച്ചു. തേൻ അവസാനം തീരാറായായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെന്ത് ചെയ്ത് ഞാനും 2 ബോട്ടിൽ തേൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. തുളസി എന്നും പറഞ്ഞിട്ട് ഈ തുളസിയിൽ വന്നിരിക്കുന്ന തേനീച്ച സെപ്പറേറ്റ്, അതിൻ്റെ തേൻ സെപ്പറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊള്ളാൻ തോന്നിയോണ്ട് അന്ന് വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പം അവിടെ ഈ നമ്മളെ മണ്ണിലുള്ള കപ്പ്, മണ്ണിലുള്ള പല രൂപങ്ങളും ഒക്കെ അവരുണ്ടാക്കി വെച്ചത്, അതും കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ഇവരെയും കൊണ്ട് ഈ സാധനങ്ങളിലൂടെ ഇത്രയും ദൂരം തിരിച്ച് ചുമന്നുകൊണ്ട് പോകണമെന്ന് ഓർമ്മിച്ചപ്പം ഇതൊന്നും വാങ്ങാൻ തോന്നിയില്ല. ഇപ്പോൾ ചേട്ടൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു അകത്തേക്ക് വണ്ടിയൊക്കെ അലോഡ് ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം ഇതിലേതെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങുമായിരുന്നു. പക്ഷേ എനിക്കെല്ലാം കൂടെ ചുമക്കാൻ വയ്യടാ. കുറച്ച് കഴിയുമ്പോൾ മോൻ പറയും എടുക്കുമെന്ന് പറയും. അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനം മാത്രം വാങ്ങിച്ചു. അതിൽ പിന്നെ റോസ്മേരിയുടെ ഒരു ചെടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ അവൾ മോളുടെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നതാവുന്നതെന്ന് എനിക്കറിയില്ല. നേരെ വീട്ടിലേക്ക് വന്നു. ചേട്ടൻ വന്ന് വിളിച്ചിട്ട് വന്നായിരുന്നു. പിന്നെ ചായ ഇട്ടു. പെട്ടെന്ന് ഒരു മധുരക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു, അതിനെ എടുത്ത് ഒന്ന് വേവിച്ചെടുത്ത് ചായക്ക് സ്നാക്സ് എന്ന പോലെ അത് കൊടുത്തു. അങ്ങനെ അതും കഴിച്ചിട്ടിരുന്നപ്പോൾ മോൾക്ക് ഉടനെ വീഡിയോ എടുക്കണം, അവൾ തന്നെ സംസാരിച്ചോളാം, അവൾക്ക് തന്നെ സംസാരിക്കണം, നിങ്ങളൊക്കെ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ശരി എനിക്ക് വീഡിയോ എടുക്കണം അമ്മ വന്ന് എടുക്കുമെന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട് നിർബന്ധം തുടങ്ങി. ഞാൻ പറഞ്ഞ ഒരു യാത്രയുണ്ട്, അതിന് വാങ്ങിയ ഡ്രസ്സുകളാണ്, ഇനി നിങ്ങൾ കണ്ടു നോക്കും. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് ഡ്രസ്. അപ്പോൾ ഇതാണ് എൻ്റെ തേർഡ് ഡ്രസ്.
അപ്പോൾ ഇതാണ് എൻ്റെ ഫോർത്ത് ഡ്രസ്. അപ്പോൾ ഇതിനകത്ത് ഒരു വൈറ്റ് കളർ ജാക്കറ്റും കൂടി ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫിഫ്ത്ത് ഡ്രസ്. അപ്പോൾ ഇതാണ് എൻ്റെ സിക്സ്ത് ഡ്രസ്. നൈറ്റ് വെയർ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ സെവൻത് ഡ്രസ്. പിന്നെ ഇതാണ് എൻ്റെ എയ്ത്ത് ഡ്രസ്. പിന്നെ വേറെ ഞാൻ കാണിച്ച ഈ 8 വരെ 9 വരെയുള്ള തുണികൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യാമോ? ബൈ. അപ്പോൾ കണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് സംഭവം. അപ്പോൾ അവൾക്ക് നിങ്ങളെ ഒന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് കൂട്ടി നിന്ന് കൊടുത്തു, അത്രയേ ഉള്ളൂ. പക്ഷെ പറഞ്ഞപ്പോൾ കേൾക്കുക ചെയ്തപ്പോൾ എനിക്കും ഇഷ്ടം തോന്നിയിരുന്നു. അപ്പോൾ അവൾ നന്നായിട്ടത് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അവൾ പറഞ്ഞതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്തിടണം. അവൾ കാണിച്ച ആ ഒരു രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് പിന്നെ ഞാൻ പറഞ്ഞത് കൊണ്ടുവരാൻ സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ എന്ത് ഒരു ചുക്കാപ്പി പൊടി ഇട്ട് കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കും, നന്നായിട്ടുണ്ടാവും. നമുക്ക് നല്ലൊരു റിലീഫ് ഉണ്ടാവും. ഈ ചുമയോ തൊണ്ടവേദന അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഇതുപോലെ ഒരു ചുക്കാപ്പി ഒരു കരിക്കുട്ടിയുടെ കഷ്ണം മതി. അതും നമ്മൾ ഈ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് ആ ചൂടോടെ ഒന്ന് ആ ചുക്ക് കാപ്പി 2-3 തവണ കുടിച്ചു നോക്കൂ. തൊണ്ടയ്ക്ക് നന്നായിട്ട് സുഖം കിട്ടും. അങ്ങനെ ഞാനിപ്പോൾ ഇത്രയെങ്കിലും വോയിസ് ഓവർ ഇതിന് കൊടുക്കാൻ വന്നിരുന്നത് പോലും ആ ഒരു ചുക്ക് കാപ്പിയുടെ ഗുണമാണ്. ചുക്ക് കാപ്പിയും കുടിച്ചിരുന്നപ്പോൾ മോൻ ഉടനെ കഥ പറയണം. Hungry frogs came in trotting, trotty, trot. Saw here bunch of grapes hanging in a vine. Said, what a lovely bunch of apes. Support they will make. Support they will do. Said the jumper and jump, stretcher and set, and not reach a gift. Finally, frogs. I don't wonder, said the frog, walk away. Model the dust, did not give up. ഗുഡ്. മനസ്സിലായല്ലോ എന്താ പ്രശ്നമെന്ന്. ഇത് 2 മക്കളുള്ള വീട്ടിൽ പലയിടത്തും അനുഭവമുള്ളതായിരിക്കും. അവൾ ഇത്രയും നേരം അവളുടെ ഷോയ്ക്ക് വേണ്ടി ഞാൻ ഇരുന്ന് കൊടുത്തുകൊണ്ട് തന്നെ അവൻ്റെ ആവശ്യത്തിന് ഞാൻ ഇരുന്ന് കൊടുത്തേ പറ്റത്തില്ല, ഒന്ന് പോടാ എന്നെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും തറയിൽ കിടന്ന് ഉരുളാൻ. അതുകൊണ്ട് തന്നെ ശരി വയ്യെങ്കിൽ കൂടെ ഞാൻ അവൻ്റെ കഥ കേട്ടിരുന്നു. പക്ഷെ അത് കേട്ടപ്പോൾ എനിക്കൊരു രസം തോന്നി. അവൻ ഇത്രയും കഷ്ടപ്പെട്ട് അവൻ പഠിച്ചിട്ടല്ലേ അമ്മയുടെ ഒന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചേ. അപ്പോൾ നന്നായിട്ടൊന്ന് എൻകറേജ് ചെയ്ത് വിട്ടു. ഒരു ഗിഫ്റ്റ് എന്നുള്ള പോലെ അവന് ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഇതിൽ കുറച്ച് ഡ്രസ്സ് കാണിക്കുന്നുണ്ട്. ഇത് വേറൊന്നുമല്ലടാ, ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. ആരോടും അങ്ങനെ പെട്ടെന്ന് റിലീവ് ചെയ്ത് കാണിച്ചിട്ടൊന്നുമില്ല. സക്സസ് ആവുമോ ഒന്നും അറിയത്തില്ല. എന്നാലും ഒന്ന് നിങ്ങളൊരു പങ്ക് വയ്ക്കാമെന്ന് കരുതി. ഇത് ഞാൻ ഇപ്പോൾ ചെയ്തു തുടങ്ങിയതാണ്. ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് ആര് പറഞ്ഞാലും അതേ രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് അഡ്രസ്സും ഫോൺ നമ്പറും വയ്ക്കുക. അതിൽ നമ്മൾ കൃത്യമായിട്ട് അയച്ചു കൊടുക്കും. നിങ്ങൾക്കത് എങ്ങനെ വേണോ എന്നൊരു ഫോട്ടോ കണ്ടിട്ട് അതേപോലെ തന്നാലും ഞാൻ അതേപോലെ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇൻസ്റ്റയിൽ അതിൻ്റെ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. പ്രണമാംബിക എന്നാണ് പേജിൻ്റെ പേര്. ഞാൻ ഇതിനകത്ത് കൊടുക്കുക. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ തരാം. പിന്നെ വീട്ടിൽ തൊട്ടപ്പുറത്ത് തന്നെയാണ് കൊച്ചിൻ്റെ വീട്. അപ്പോൾ അവിടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പെട്ടെന്ന് പോയി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് കേക്കൊക്കെ കഴിച്ചു. പിന്നെ അവിടെ കഴിക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിനകത്ത് എന്തുകൊണ്ട് സൗണ്ട് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചിനെ കളിയാക്കുന്നുണ്ടായിരുന്നു. അതാ മക്കളൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ തമാശയൊക്കെ പറയുന്നുണ്ട്. കൊച്ചിൻ്റെ പല്ല് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ട് പല്ലും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കിയതൊക്കെയാണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫാമിലിക്കകത്തുള്ളതല്ലേ, അത് നിങ്ങളെ കേൾപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വോയിസ് ഓവറായിട്ട് ഇതിനകത്ത് വേറെ ഞാൻ പറയുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ചിക്കൻ ബിരിയാണി, റൊട്ടി, പാലക് പനീർ, ബട്ടർ മസാല ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും കഴിക്കാൻ വയ്യായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അതെല്ലാം കുറേ നമുക്ക് തന്നു വിടുകയോ ചെയ്ത് നിങ്ങൾ വീട്ടിൽ പോയി കഴിക്കുമെന്ന് പറഞ്ഞിട്ട്
ഒന്നും കഴിക്കണമില്ല കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയല്ലേ വാങ്ങിയെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കുറച്ചും കൊണ്ട് തന്നു വിട്ടു. അപ്പോൾ മക്കൾ മാത്രമാണെന്ന് ശകലം കഴിച്ചു. ഞാൻ ഈ കഴിക്കാൻ മൂടില്ലായിരുന്നു, ഞാൻ കഴിച്ചില്ല. പിന്നെ ഈ ഇതിൽ ഞാനൊരു പ്രത്യേകം പറയാം, ഇനി നിങ്ങൾക്കത് കാണാൻ മനസ്സിലാവും. ഇത് ഒരു ദിവസത്തെ വീഡിയോ അല്ല, 2 ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഉൾപ്പെടുത്തി പറയുന്നത്. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നേരെ വീട്ടിൽ വന്നു, ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ വിശപ്പ് തുടങ്ങി. പിന്നെ അതുകൊണ്ട് തന്നെ ഒരു റൊട്ടിയൊക്കെ എടുത്ത് ഞാനിത് മസാലയൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചേട്ടൻ പറഞ്ഞു ഒക്കെ കൊതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ കൊതി തന്നെ എന്ന് പറഞ്ഞിട്ട് സൗണ്ടൊക്കെ ഒന്ന് സെറ്റായപ്പോൾ പെട്ടെന്ന് എടുത്ത് വെച്ച് കഴിച്ചാടോ. അങ്ങനെ പിന്നെ വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോഴേക്കും കളിയാക്കി ഞാൻ ഇറങ്ങി പോയി കിടന്നുറങ്ങി. അതങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പൂജയായിരുന്നു. നേരെ ഇനി അവിടെ വെച്ച് കാണാം. അമ്മയ്ക്കൊരു നാമമുണ്ട് നാരായണ, ജ്യേഷ്ഠനൊരു നാമമുണ്ട് ഹരഹരോ ഹര, എൻ്റെ അയ്യനൊരു നാമമുണ്ട് ശരണമയ്യപ്പ. ശരണം ശരണം ശരണമപ്പ, സ്വാമിയേ ശരണം ശരണമപ്പ. ശരണം ശരണം ശരണമപ്പ, സ്വാമിയേ ശരണം ശരണമപ്പ. വിളക്കുണ്ട് ശിവരാത്രി, അമ്മയ്ക്കൊരു വിളക്കുണ്ട് നവരാത്രി. തറയിൽ ഭഗവതിയേ, തലയ്ക്കുമേലൊരു തണലേകണമേ, തായേ ഭഗവതി. രാത്രി അമ്മയ്ക്കൊരു വിളക്കുണ്ട് നവരാത്രി, ജ്യേഷ്ഠനൊരു വിളക്കുണ്ട് തൈപ്പൂയം, എൻ്റെ അയ്യനൊരു വിളക്കുണ്ട് മകരവിളക്ക്. ശരണം ശരണം ശരണമൊരു വ്രതമുണ്ട് ഷഷ്ഠി വ്രതം, എൻ്റെ അയ്യനൊരു വ്രതമുണ്ട് മണ്ഡലവ്രതം. അച്ഛനൊരു വ്രതമുണ്ട് പ്രദോഷവ്രതം, അമ്മയ്ക്കൊരു വ്രതമുണ്ട് ഏകാദശി. ജ്യേഷ്ഠനൊരു വ്രതമുണ്ട് ഷഷ്ഠി വ്രതം, എൻ്റെ അയ്യനൊരു വ്രതം. എന്നിട്ട് ഞാൻ അവിടെ നേരെ ആ പൂജയ്ക്ക് കയറി കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ അത് പൂജ നടക്കുക, അവിടെ പാട്ടും ഇതൊക്കെ ഇരിക്കുക. എല്ലാ കൊല്ലം ഇത് പതിവുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നേരെ ഞാനിങ്ങ് വന്നത് അടുക്കളയിലേക്ക് നോക്കി നിങ്ങൾക്ക് അവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പരിപ്പ്, നമ്മുടെ സാമ്പാർ, പിന്നെ കുഞ്ഞമ്മ തീയൽ, പിന്നെ കിച്ചടി, പച്ചടി എന്ന് പറയേണ്ട, തോരൻ, എല്ലാം A to Z സാധനം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സദ്യ പോലെ എല്ലാ ഐറ്റവും ഇതാക്കിയിട്ടുണ്ട്. 2 പായസം ഉണ്ടായിരുന്നു. കടലപ്പായസം കൊച്ചുജന ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അവിടെ ബർത്ത്ഡേ ആയിരുന്നില്ലേ, ആ കൊച്ചുജന നന്നായിട്ട് പായസം വയ്ക്കും. പിന്നെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ കൊച്ചുജന പായസം ഉണ്ടാക്കിയ. പിന്നെ ഞാൻ വന്നിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞമ്മ പറഞ്ഞു പാൽപ്പായസം ഉണ്ടാക്കണം, കൃഷ്ണനെ നേദിക്കാനാ, അനു ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. അതുകൊണ്ട് എൻ്റെ വകയായിട്ട് കൃഷ്ണന് പാൽപ്പായസം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ സ്റ്റൈലിൽ നമ്മുടെ പാൽപ്പായസങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ കൊച്ചുചാൻ പറഞ്ഞു ഇതിന് കളർ കൂടിപ്പോയി. അത് വേറെ വട്ടങ്ങളൊന്നും ഇരുന്നറിയേണ്ടി വന്നില്ല. നന്നായി കളർഫുള്ളായിരുന്നു, ടേസ്റ്റ് സൂപ്പറായിരുന്നു. ഷെഫ് അതുകൊണ്ട് തന്നെ ഞാൻ പായസത്തിൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ക്വസ്റ്റ്യൻ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് നേരമായിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ അടച്ച് വയ്ക്കുമ്പോൾ ഒരു പാട പോലെ ഇങ്ങനെ വന്നിക്കില്ലേ, അതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു ഇന്നാടി ഈ വെള്ളവും എടുത്തിട്ട് പോകുന്നു. അവന് വെള്ളമാക്കണേ ഇതിനാ ഇലയും കൂടെ പിടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ साधु संत के तुम रखवारे, असुर निकंदन राम दुलारे, अष्ट सिद्धि नौ निधि के दाता, असवर दीन जानकी माता, राम रस
पति के दासा तुम्हारे दुख बिसरावे अंधकार रघुवरपुर जाई जहाँ जन्म हरि भक्त कहाई और देवदा चित्त न धरई हनुमत से सर्व सुख करई संकट कटे मिटे सब पीरा जो सुमिरे हनुमत बलवीरा जय 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 हनुमान गोसाई कृपा नम्मा करुणतो मम्मु करुणिंचम्मा मंगलहारति कोनुबम्मा जय 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 मंगल गौरी ക്ഷീരദമുനിന്നെ കൊലിച്ചിവമ്മ മായിരവേനീവേനമ്മ അമ്മലഗന്ന അമ്മവു നീവേ പിരിച്ചിന ബലികേ ചല്ലനി തല്ലി മംഗളഹാരതി കൊലുവമ്മ ജയ 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 मंगल गौरी मंगलमरमयी नीरूपम मंगलमयी नदिनी ध्यानम मंगलहारति कोलुवम्म जय 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 मंगल गौरी जी ചെയ്തില്ലല്ലോ തേങ്ങ പൊട്ടിച്ചു നേരം ഇവിടെ തിന്നിക്കുന്നത് ഫോൺ ഓൺ ചെയ്തണ്ട ഗൂഗിൾ അമ്മേനെ ജോടി പായസം കൊച്ചിന്റെ ആ വെള്ള പായസം ആ വെള്ള പായസം ചന്ദ്രമതി വേണമെങ്കിൽ നമുക്കൊന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് വരാം വെള്ള പായസം പാൽ പായസം അയ്യോ പറയാൻ പോലൊരു പാൽ പായസം ശാസ്ത്രീയമായി എങ്ങനെ പായസം കുടിക്കാന്ന് കാണിച്ചു തന്നു ഞാന് ഞാൻ വന്നു ഞാനാ ഉണ്ടാക്കിയേ ജിമ്മിൽ പോവാം അങ്ങനെ അവർ കുറച്ച് കഥകളൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞു. അങ്ങനെ പിന്നെ മോളും മോനും ചേട്ടനുമായിട്ട് സ്കൂളിൽ അവരുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മോനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഇങ്ങനെ പോന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് ഞാൻ പറഞ്ഞില്ല പൂജ കഴിഞ്ഞ് വൈകിട്ടായപ്പോഴേക്കും മോന് സ്കൂളിൽ സ്പോർട്സ് ഡേ ആയതുകൊണ്ട് തന്നെ വൈകിട്ട് ഈവനിങ് 4 മണിക്ക് അവിടെ പോകണമായിരുന്നു. അങ്ങനെ മോർണിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു. ഇവർക്ക് സ്പോർട്സ് ഡേയുടെ റിഹേഴ്സലൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ചേട്ടനാ മോനെ വിളിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ വന്നത്. അങ്ങനെ വന്നിട്ട് നമ്മൾ തിരിച്ച് 4 മണിക്ക് മുമ്പേ നമ്മളങ്ങ് തിരിച്ച് പോവുക ചെയ്ത്. തിരിച്ച് പോയി പെട്ടെന്ന് റെഡിയായി സ്പോർട്സ് ഡേയുടെ ആവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നു. നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ളൊരു ഗ്രൗണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരത്തേക്കൊന്നും പോവേണ്ടി വന്നില്ല. ഈസി ആയിട്ട് ഇങ്ങ് എത്താൻ പറ്റി. മോൻ്റെ സ്കൂളിൽ നേഴ്സറി, പ്ലേ സ്കൂൾ, LKG, UKG അങ്ങനെയുള്ളത്. അപ്പോൾ വലിയ കുട്ടികളെ വിളിച്ച് പാട്ട് പാടാനായിട്ട് റെഡിയായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു.
Padmabhadra, Vishalakshi, Padmakesara, Valini, Nityam Padmanayam Devi, Sarvapadu Saraswati. Bhagavatam Narayana Nena Swayam Yadena Geritam Purana Munina Madhya Mahabharatam Advaitam Tavashini Bhagavati Astada Sajayani Amparpana Sanatavini Bhagavati Mahabaho Gunakarma Vivage Yoha Guna Guneshu Attanta Kitivatvana Satyate. Q. To each and every parent, before we start this program, I would like to tell a few lines on this organization, that is Alphabets Preschool. It is an venture of Ashoka Groups. It has 135 branches over 19 states. It mainly signifies a UK concept, that is EYF British National Curriculum. It mainly focuses on Montessori methodology, thinking capacity, smart teaching approach and practical learning methods. I am thrilled to see such an enthusiastic and diverse gathering. This is an opportunity to connect, share ideas and make long-lasting memories. Let's encourage our tiny tots and bring their true spirit in active participation in sports. Thank you for being here, and let's get started with this wonderful program waiting ahead. Please give a big round of applause, parents, because from past 15 days they are continuously practicing for this event. These are our first year UKG kids. They are successfully graduating from our institution. And we are very proud of them, ma'am, really. They could not complete their nursery because of pandemic corona. So after that, they have directly joined LKG in our school. But as teachers, we are very proud of them. They have followed us instruction, and academically, they are doing very wonderful job. Please give a big round of applause to all our UKG kids. So now first Akshita. She is an excellent student. She is very well in academics, dance, art and games. She is always ready to learn and explore things. She learns new things, and she is very cute and pretty girl. She loves to dance. She loves to do everything, any activity she loves to do. Ma'am, teachers, parents and friends. My name is Akshita. My father's name is Deepak Kumar Swai. My mother's name is Anita. I am studying in UKG. My school name is Alphabet Preschool. It is located in Ramnatha Kali, Alwal. Today I am very happy because I am graduating from kindergarten. The past 2 years I learned many things and made new friends. I thank teachers and grow many ahead. And I have read numbers, alphabet, rhymes, story and so many things. Thank you very much, teacher. I love you, teachers. Love you, school. Very good, Akshita. Very good. Your name is Abhivati Ramkarangan. It's our today they happy because kindergarten class vision day. Mature best stood, my teacher give best education. Thank you everyone. I love my school. Thank you. That
capacity she is having. Really, she need lot of appreciation from bottom of my heart. Really, I appreciate this girl because though she is from such a village background, still she is able to cope up with other kids. And if I give any topic within 5 minutes, she'll try to recap all those things and she try to tell in front of teacher. That confidence this girl has. Really, I appreciate. Congratulations. It is not just a piece of paper. It represents the potential you hold within, the doors that are open to you, and the impact you can make on the world. Embrace the challenges ahead with courage and resilience. Never lose sight of your dreams and always strive to learn and grow. Congratulations all the graduates. Once again, we are proud of you and we wish you all the best in your future. അപ്പോൾ തന്നെ ഗ്രാജുവേഷന് ചടങ്ങ് അത് നടത്തി. ഞാൻ പറഞ്ഞില്ല UKG കുട്ടികളാകുമ്പോൾ അവിടെ നിന്ന് അടുത്ത് അവർ സ്കൂളിൽ നിന്ന് മാറിപ്പോവാണല്ലോ. അവർക്കൊരു ഗ്രാജുവേഷൻ പോലെ അവർക്ക് വേണ്ടി അവരൊരു പാട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ആയിരുന്നു പേടിച്ചിട്ട് ഞാൻ ആ പാട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു, തൊപ്പിയിട്ട് എറിയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം അവർ ട്രെയിൻ ചെയ്യിപ്പിച്ച കുട്ടികൾക്കൂടെ എല്ലാം ചെയ്യിച്ചു. നന്നായിട്ട് അവർ സംസാരിച്ചു. ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഈ കുഞ്ഞു കുട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യിക്കാൻ അവർക്ക് കഴിഞ്ഞല്ലോ. നമ്മൾ പറഞ്ഞാൽ ഇതിൻ്റെ A to Z ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അത് അവരുടെ തന്നെ ഒരു പ്രത്യേക കഴിവാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പലപ്പോഴും. ആദ്യം ഈ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ഷൈ ആയിരുന്നു. എല്ലാവർക്കും മിണ്ടാനും എടുക്കാനും ഒക്കെ ഇവൻ പോകുന്നതിനെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ നല്ല സൂപ്പറായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. One more time. Everyone, one more time. One. Namaste position. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 1 minute.
ചോക്ലേറ്റ് കന്നറ ജോലി ചെയ്യിപ്പിക്കും. ആദ്യം കാണുന്നില്ല അതാ. ഇരുന്ന് Very good kids, they are doing very wonderful. Sorry, do, look at Sunny, do. Bend. Devash, afterwards also you can play. Very good. Wonderful performance. Very good, wonderful. കൈ പഠിക്കാനോ സൂക്ഷിച്ചു. ഈ ഒരാൾ വെറുതെ ഇറങ്ങി ഇവരെയൊക്കെ ചുണ്ടുപിടിപ്പിക്കാനായിട്ട് അങ്ങോട്ടും കൂടെ നടക്കുമായിരുന്നു. പിന്നെ ടീച്ചറുടെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചു വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ റണ്ണിങ് റേസ്, പിന്നെ ഇതുപോലെ എല്ലാ കുട്ടികളും എല്ലാ ഒപ്പിട്ടും കഴിയുന്നുണ്ട്. കുറച്ച് സാധനമുണ്ട് ഉൾപ്പെടുത്തിയത്. ഇതിൽ പാട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ മാറ്റിക്കഴിഞ്ഞു. പിന്നെ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്, കാരണം ഇത് ലോങ്ങായി പോവും. അങ്ങനെ മോനും ഉണ്ടായിരുന്നു, 3rd പ്രൈസ് ഉണ്ടായിരുന്നു. അത് ഇടയ്ക്ക് വെച്ചാൽ ഒന്ന് ഒന്ന് പേടിച്ചെങ്കിൽ ആളവനെ സ്വയം അവൻ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് അവനെ അവൻ ആ സമ്മാനം അവൻ്റെ ആദ്യത്തെ സമ്മാനമാണ്. അപ്പം അത് അവൻ കൈനീട്ടി വാങ്ങിയപ്പോൾ വളരെ സന്തോഷം തോന്നി. പിന്നെ അമ്മമാർക്ക് വേണ്ടിയിട്ട് കസേരകളി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതിലുണ്ട്. തോക്കുമെന്ന് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ തിരിച്ചു പോകുമെന്ന് വിചാരിച്ചാൽ കയറിയത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ എൻ്റെ മോന് സമ്മാനം കിട്ടിയ അതേ സ്കൂളിൽ നിന്ന് ഫസ്റ്റ് എനിക്കും ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു.